സൈനിക ജോസഫ് ആവശ്യങ്ങൾ. തീർച്ചയായും തുടരണം. നമുക്കിപ്പോൾ മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാമമൂർത്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമസ്കാരം, കേൾക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ നമ്മുടെ 10ാം ദിനം എത്തിയിരിക്കുകയാണ് ഷിരൂരിൽ അർജുന് വേണ്ടിയായുള്ളൊരു രക്ഷാപ്രവർത്തനം. ഇതിപ്പോൾ എങ്ങനെയാണ് സാർ ഒരു വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ഇതിന് താങ്കൾക്ക് കൊടുക്കാനാവുന്ന ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ താങ്കളുടേതായ അഭിപ്രായം എന്താണ്? കാരണം ഇത് ആദ്യമേ തന്നെ അവിടുന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് ഈ ലോറി വെള്ളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. ആദ്യമേ തന്നെ അവരുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം മറ്റുള്ളവരുടെ വെളിയിൽ നിന്നുള്ള അഭിപ്രായം കേട്ടിട്ടാണ് ഈ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇടയ്ക്ക് പറഞ്ഞു ഒരു കുഴിയിലുണ്ട്, അവിടെയാണ് മണ്ണിട്ട് നിവർത്തി കഴിഞ്ഞു, അതിനടിയിലാണ് ലോറി എന്ന് പറഞ്ഞു. അപ്പോഴും മറ്റവർ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ വെള്ളത്തിൽ തന്നെ കാണും എന്നുള്ളത്. അപ്പോഴേ അവരുടെ അഭിപ്രായത്തിൽ വിട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും ദിവസം നഷ്ടപ്പെടില്ലായിരുന്നു. അർജുന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ആദ്യമേ നമ്മൾ ആ ഒരു ശ്രമത്തിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ലോറി കുറച്ചുകൂടെ നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത് അത് ഒരു ജീവനോട് ചെയ്യുന്ന ജീവനുണ്ട് എന്ന് തന്നെ നമുക്ക് ഇപ്പോഴും പറയാം. ജീവനോട് ചെയ്യുന്ന ഒരു എന്ത് പറയാ ഒരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. കാരണം പല സ്ഥലത്തും ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളപ്പോഴും പല ബാഹ്യമായ ഇടപെടൽ വന്നിട്ടുള്ളപ്പോഴും ഞങ്ങളതായ രീതിയിൽ ഉറച്ചു നിന്നിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. പല അഭിപ്രായവും പല രീതിയിലും വരും. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് മാത്രമേ അത് എങ്ങനെ വിജയിപ്പിക്കാനാവൂ എന്നുള്ളത് ട്രെയിനിങ് കിട്ടിയ ഒരു സേനാംഗങ്ങൾക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്യാനും അതിനെ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഉള്ളൂ. അതേ ഉള്ളൂ. അവരുടെ അഭിപ്രായം അവർ പലരുമായിട്ട് ആലോചിച്ച്, അതായത് ഡിപ്പാർട്ട്മെന്റിൽ പല ഓഫീസർമാരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ്. അത് അംഗീകരിക്കേണ്ടതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്.